അംബേദ്കറും മാർക്സും എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വരുകാലം ഓരോ ഇന്ത്യക്കാരനും ഏറ്റെടുക്കേണ്ട അനിവാര്യമായ ഒരു സാംസ്കാരിക ദൗത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം തത്വചിന്ത പഠിച്ച ഒരാളെന്നുള്ള നിലയിൽ, ഔപചാരികമായി പഠിച്ച ഒരാളെന്ന നിലയിൽ വാസ്തവത്തിൽ അംബേദ്കർ പഠിക്കപ്പെടേണ്ടതായിരുന്നു. എന്നാൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അക്കാദമികമായി അംബേദ്കറെക്കുറിച്ച് പാഠപുസ്തകങ്ങളിൽ ഒറ്റ വാക്കിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്: ഭരണഘടനാ ശില്പി എന്ന് പറയും. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പിന്നീട് പ്രത്യേകിച്ച് ബാബരി മസ്ജിദിൻ്റെ ധ്വംസനത്തിന് ശേഷവും അതുപോലെ തന്നെ VP സിംഗിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഇന്ത്യ മുഴുവനും നടപ്പിലാക്കപ്പെട്ട, ഒരു പരിധിവരെയെങ്കിലും നടപ്പിലാക്കപ്പെട്ട സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെയൊക്കെ തുടർച്ചയിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ചിന്താപരമായ മാറ്റം, ആ ഒരു മാറ്റത്തിലാണ് അംബേദ്കറെ ഞാനുൾപ്പെടെ ഇന്ത്യയിലെ ജനാധിപത്യവാദികളും സാമൂഹിക ശാസ്ത്രപരമായ വിഷയങ്ങളിൽ താല്പര്യമുള്ള ആളുകളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആ സന്ദർഭത്തിലാണ് ഇന്ത്യയിലെ കീഴാള പക്ഷത്തു നിന്നുള്ള പല പഠനങ്ങളും പത്രമാസികകളിലും പത്രങ്ങളിലും അച്ചടിച്ചു വരാൻ തുടങ്ങിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു സംഭവം, ഞാനതെൻ്റെ ഇപ്പോൾ ഏറ്റവും അവസാനം പ്രസിദ്ധീകരിച്ചിട്ട് ആത്മകഥാപരമായിട്ടുള്ള എരിക് ഇന്ത്യ എന്ന പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പോണ്ടിച്ചേരിയിലൊരു സെമിനാറിന് പോയപ്പോൾ അവിടെ എൻ്റെ കയ്യിലുണ്ടായ ഒരു പുസ്തകം ചോദിച്ച് ഡോക്ടർ N. മുത്തുമോഹൻ എൻ്റെ അടുത്ത് വരികയാണ്. തമിഴ്നാട്ടുകാരനാണ്. ഇപ്പം അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ വീട്ടിൽ തന്നെ, മധുരയിലുള്ള സ്വന്തം വീട്ടിലിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പരിചയപ്പെടുകയാണ്. പിന്നീട് തുടർന്നുള്ള 3 ആഴ്ചയിലധികം ഞങ്ങൾ രണ്ടുപേരല്ല എന്ന രീതിയിലേക്ക്, അത്രമാത്രം സൗഹൃദത്തിലേക്ക് മാറിത്തീരുകയായിരുന്നു. മുത്തുമോഹനുമായിട്ടുള്ള ഒരു സംവാദം കൂടി വന്നപ്പോൾ, അദ്ദേഹം സോവിയറ്റിൽ പഠിച്ച ആളാണ്, ലൂംബ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ്. അവിടെ നിന്ന് കെമിസ്ട്രിയും ഫിലോസഫിയും പഠിച്ച് ഫിലോസഫിയിൽ PhD കരസ്ഥമാക്കി. അങ്ങനെ വന്ന അദ്ദേഹം, മാസ്റ്റേഴ്സിൽ വലിയ അവഗാഹമുള്ള അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കൂടി കൂട്ടി വായിച്ചപ്പോൾ എൻ്റെ പരിമിതി എനിക്ക് ബോധ്യമായി. അങ്ങനെയാണ് ഒരു വലിയ പരിധിവരെ ഞാൻ അംബേദ്കറിലേക്ക്, നാരായണ ഗുരുവിലേക്ക്, അയ്യങ്കാളിയിലേക്ക്, ഇതുപോലുള്ള ഒട്ടനവധി കാര്യങ്ങളിലേക്ക് വാസ്തവത്തിൽ എൻ്റെ അന്വേഷണത്തെ തിരിച്ചുവിടുന്നത്. അതൊരു 30 വയസ്സിന് മുമ്പുള്ള ഒരു സംഭവമാണ്. പക്ഷെ അതുവരെയും ഞാൻ വിശ്വസിച്ചതും പഠിച്ചുകൊണ്ടിരുന്നതും മുഖ്യധാര പരിപോഷിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നിലനിൽക്കുന്ന ആശയാധികാര വ്യവസ്ഥക്ക് കീഴ്പ്പെട്ടുകൊണ്ടുള്ള ചരിത്ര പുസ്തകങ്ങളും സംസ്കാര ചരിത്രവും സാഹിത്യ നിരൂപണവും ഒക്കെ ആയിരുന്നു. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. പൊതുവെ നമ്മൾ പാഠപുസ്തകങ്ങളിൽ കൂടി സ്വാംശീകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വലിയ പരിധിവരെ ജൈവ ബുദ്ധിജീവികളുടെ സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ജൈവ ബുദ്ധിജീവികളുടെ സാധ്യതയും അവരുടെ പരിമിതിയും വാസ്തവത്തിൽ സമൂഹത്തെ പൊതുവിൽ തന്നെ ബാധിക്കും. അതുകൊണ്ട് എൻ്റെ ഈ അന്വേഷണങ്ങൾ ദിശ മാറ്റിയതിൽ എൻ്റെ ആത്മസുഹൃത്തായിട്ടുള്ള മുത്തുമോഹനെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. നവചരിത്രവാദത്തെക്കുറിച്ചൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. എന്നോട് നവചരിത്രവാദം എന്നുള്ള പുസ്തകം, ഇംഗ്ലീഷിലുള്ള പുസ്തകം എൻ്റെ കയ്യിൽ കണ്ടതുകൊണ്ടാണ് അദ്ദേഹം എന്നെ പരിചയപ്പെടുന്നത് തോന്നി. കാരണം 10-60 ആൾ പങ്കെടുക്കുന്ന അധ്യാപകർക്കുള്ള, കോളേജ് അധ്യാപകർക്കുള്ള റിഫ്രഷ് കോഴ്സാണ്. അപ്പോൾ ഞങ്ങൾ പരസ്പരം കൂട്ടിമുട്ടേണ്ട ആളുകളാണ് എന്ന് പരസ്പരം തിരിച്ചറിയുകയും പിന്നീട് ഒട്ടനവധി യാത്രകൾ, ഒട്ടനവധി സംവാദങ്ങൾ, ഒട്ടനവധി സെമിനാറുകൾ ഒക്കെ ഞങ്ങൾ പരസ്പരം ഒത്തുചേരുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം ഞാൻ പറയുന്നത്, ഞാനിങ്ങനെ നേരത്തെ ഒരു അംബേദ്കറേറ്റ് പരിപ്രേക്ഷ്യം ആന്തരവൽക്കരിച്ച ഒരു വ്യക്തിയല്ല എന്നും മാത്രമല്ല, അത്തരത്തിലുള്ള സമീപനങ്ങൾ വർഗപരമായ അന്വേഷണങ്ങളെ ദുർബലപ്പെടുത്തുമോ എന്ന് ഭയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ ഭയത്തെ മറികടക്കുന്ന രീതിയിലേക്ക് എൻ്റെ വായനകളെ വികസിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും ഇന്നത്തേതുപോലുള്ള
എൻ്റെ രചനയുടെ ലോകത്തിലേക്ക് പ്രവേശിക്കാനും അത് സാക്ഷാത്കരിക്കാനും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മളിപ്പോൾ ഇന്ന് ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യം എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ ഒരു തൊഴിലാളി വർഗം വാസ്തവത്തിൽ ഇനിയും രൂപപ്പെട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. തൊഴിലാളികളില്ല എന്നല്ല എൻ്റെ അർത്ഥം. തൊഴിലാളി വർഗം എന്നുള്ളത് കൊണ്ട് മാർക്സൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കർത്തൃത്വമുണ്ട്. ആ ഒരു കർത്തൃത്വം ഇനിയും രൂപപ്പെട്ടില്ല എന്നുള്ളത് നമുക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാവുന്നതാണ്. കാരണം ഇപ്പോഴും അടിത്തട്ട് മനുഷ്യർക്ക് മറ്റു മനുഷ്യരുമായി ഒന്നിച്ചിരിക്കാൻ പറ്റാത്ത, ഒന്നിച്ച് ഭക്ഷണം പങ്കിടാൻ പറ്റാത്ത, ഒന്നിച്ച് തൊഴിൽ ചെയ്യാൻ പറ്റാത്ത, ഒന്നിച്ച് വിദ്യാഭ്യാസം സമ്പാദിക്കാൻ കഴിയാത്ത, ഒരേ പാത്രത്തിൽ വെള്ളം കുടിക്കാൻ വിദ്യാലയങ്ങളിൽ പോലും കഴിയാത്ത അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു? വാസ്തവത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ വാസ്തവത്തിൽ ഏറ്റവും മുൻനിരയിൽ വെക്കേണ്ട ദാർശനികനായിരുന്നു ഡോക്ടർ അംബേദ്കർ. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ 3 ഫോട്ടോ മുമ്പിലുണ്ട്. ആ 3 ഫോട്ടോ അല്ലാതെ 4ാമത് അംബേദ്കർ ഇല്ല. എന്തുകൊണ്ടാണ്? വാസ്തവത്തിൽ ഇന്ത്യയെ പ്രതിദാനം ചെയ്യുന്ന ഏത് സ്ഥലത്തും ഉണ്ടായിരിക്കേണ്ട അനിവാര്യമായ ആ ഫോട്ടോ, ഒരു ഫോട്ടോ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരാൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ കുട്ടികളിൽ നിന്ന്, നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്ന്, നമ്മുടെ ഓഡിയൻസിൽ നിന്ന്, നമ്മുടെ സ്പെക്ടേറ്റേഴ്സിൽ നിന്ന്, നമ്മുടെ പഠിതാക്കളിൽ നിന്ന്, നമ്മുടെ അധ്യാപകരിൽ നിന്ന് നിരന്തരം അംബേദ്കർ ഒഴിവാക്കപ്പെടുന്നതോടുകൂടി, ഒഴിവാക്കപ്പെട്ടത് അംബേദ്കർ എന്ന് പറയുന്ന മഹാനായ ഒരു ചിന്തകൻ മാത്രമല്ല, അദ്ദേഹം പ്രതിദാനം ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ അടിത്തട്ട മനുഷ്യർ മുഴുവനാണ് എന്നുകൂടി നമ്മൾ ഇന്നത്തെ ഇന്ത്യ നോക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. വളരെ എളുപ്പം ബോധ്യപ്പെടും. ഒരു വ്യക്തിയെ, പണ്ഡിതനായ ഒരു മനുഷ്യനെ, ഒരുപാട് PhD, ഇപ്പോഴും ഒരു PhD എടുക്കുമെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്. ഇത് എത്ര വികലമായ PhD ആയാലും, അല്ലെങ്കിൽ എത്ര ക്വാളിറ്റി ഇല്ല എന്ന് നമ്മൾ പറയുന്ന ഒരു PhD ആയാൽ പോലും ഒരു PhD എടുക്കാനുള്ള ഒരു അധ്വാനം എന്ന് പറയുന്നത് PhD എടുത്തിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കും എനിക്കും അറിയാം. എൻ്റെ കൂടെ കുറേ അധികം വിദ്യാർത്ഥികൾ PhD എടുത്തിട്ടുണ്ട്. അവരുടെ അധ്വാനവും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ കാലത്താണ്, ഈ സാധ്യതകളൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലയിൽ പോയി PhDകൾ എടുത്ത്, ഒന്നിൽ കൂടുതൽ PhDകൾ എടുത്ത്, എല്ലാ അർത്ഥത്തിലും, സാമ്പത്തിക ശാസ്ത്രത്തിലും തത്വചിന്തയിലും ഭാഷാശാസ്ത്രത്തിലുമൊക്കെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ ഒഴിവാക്കുന്നതിലൂടെ, ഒരു മനുഷ്യനല്ല ഒഴിവാക്കപ്പെട്ടത്, അദ്ദേഹം പ്രതിദാനം ചെയ്തുള്ള ചിന്തയാണ് ഒഴിവാക്കപ്പെട്ടത്, അദ്ദേഹം പ്രതിദാനം ചെയ്യപ്പെട്ട ജനതയാണ് ഒഴിവാക്കപ്പെട്ടത്. അങ്ങനെ ഒഴിവാക്കപ്പെടുന്നതിലൂടെ ഇന്ത്യക്ക് സാധ്യമാകേണ്ടിയിരുന്ന പരിവർത്തനത്തെയാണ്, വിപ്ലവത്തെയാണ്, സാമൂഹികപരമായ മുന്നേറ്റത്തെയാണ് വാസ്തവത്തിൽ ഒഴിവാക്കപ്പെട്ടത് എന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും അറിയുന്നില്ലെങ്കിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇന്ത്യയെ ഫാസം വിഴുങ്ങുന്ന ഒരു സന്ദർഭത്തിൽ സമ്പൂർണ്ണമായി നമ്മുടെ വിദ്യാഭ്യാസം മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, കോളേജിലൊക്കെ 4 കൊല്ലത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ 4 കൊല്ലം, അതുകൊണ്ട് പ്രശ്നം ഘടന അങ്ങനെ മാറിയാൽ. പക്ഷെ അത് മുഴുവൻ വായിച്ചു നോക്കിയാൽ അതിലെന്താ പറയുന്നത്? ഡ്രോപ്പ് ഔട്ട്സ്. 1 കൊല്ലം കഴിഞ്ഞാൽ കുട്ടികൾക്ക് പോവുക, 2 കൊല്ലം കഴിഞ്ഞാൽ പോവുക, 3 കൊല്ലം കഴിഞ്ഞാൽ പോവുക, 4 കൊല്ലം കഴിഞ്ഞാൽ പോവുക. ഇങ്ങനെ ഡ്രോപ്പ് ഔട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥയായി. കുട്ടികളെ, ഡ്രോപ്പ് ഔട്ടുകളെ കൊണ്ട് തെരുവ് നിറഞ്ഞിട്ടുള്ള ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളാണ് നിലവിൽ നമ്മുടെ മുമ്പിലുള്ളത്. അതേ സ്ഥലത്തേക്ക് വിദ്യാഭ്യാസത്തെ ഇത്ര ഘടനാപരമായും അതിന് പാഠ്യപദ്ധതിപരമായും ഒക്കെ എങ്ങനെ പരിവർത്തിക്കപ്പെടുന്നു, എതിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്, എത്രമാത്രം പിന്നോട്ടേക്കാണ് നമ്മുടെ രാജ്യം സഞ്ചരിക്കാൻ പോകുന്നത്, ഇത് നമ്മളെ വേവലാതിപ്പെടുത്തുന്നില്ലെങ്കിൽ, ഇത് നമ്മൾ ഉത്കണ്ഠപ്പെടുത്തുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ മാനവികതയെക്കുറിച്ച് പറയുന്നത്, മൂല്യത്തെക്കുറിച്ച് പറയുന്നത്, ധർമ്മത്തെക്കുറിച്ച് പറയുന്നത്, സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് ഒക്കെ നിരർത്ഥകമാണ്. യാതൊരു സംശയവും എനിക്കതിലില്ല, നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ പറയുന്നത് എന്തിനാണ്? നമ്മളിപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് വേദന അനുഭവിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഇതെല്ലാം നിർത്തിവെച്ച് അതിൽ ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ സംസാരിക്കുന്ന എന്ത് മാനവികതയാണ്? അവിടെ ഈ സംസാരമല്ലല്ലോ, അയാളുടെ വേദനയല്ലേ പ്രശ്നം. നമ്മളുടെ മുമ്പിൽ നിന്ന് ഒരാൾ പടഞ്ഞു വീഴുമ്പോൾ, ഇന്ത്യയിലാകെ മനുഷ്യർ പടഞ്ഞു വീണുകൊണ്ടിരിക്കുമ്പോൾ, തടവിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പൗരത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അത് സൂചിപ്പിക്കുന്നത് ഒരു വിഭാഗത്തിൻ്റെ പൗരത്വ നിഷേധമല്ല എന്ന് പോലും നമുക്ക്
മനസ്സിലാവുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഘടന തന്നെ മാറ്റുകയാണ് എന്നുള്ളത്. പഴയ മനുവാദ കേന്ദ്രിതമായിട്ടുള്ള പൗര സമൂഹത്തെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്കൃതം കേൾക്കാൻ അനുവദിക്കപ്പെടുന്നവരും പഠിക്കാൻ അനുവദിക്കപ്പെടുന്നവരും അത് പഠിക്കാനും കേൾക്കാനും അനുവദിക്കപ്പെടാത്ത മ്ലേച്ഛരുമായി സമൂഹത്തെ വിഭജിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഇതിനകത്ത് കൂടെ ഇന്ത്യയിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാവാത്തത് നമ്മൾ അംബേദ്കറെ പഠിക്കാത്തതുകൊണ്ടാണ്. അത് അംബേദ്കറെ ഞാൻ സംസാരിക്കുന്നില്ല, ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കാറുണ്ട്. നിങ്ങളുടെ സംസാരം കേൾക്കുന്നതിലാണ് എനിക്ക് താല്പര്യം തീർച്ചയായും. കാരണം നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ തിരുത്തിക്കൊണ്ട് വേണമല്ലോ മുന്നോട്ട് പോകാൻ ചരിത്രത്തിൽ. അങ്ങനെയല്ലേ ചരിത്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മാസിനെ കുറിച്ച് പറയുന്ന ആളുകൾ കേരളത്തിൽ വ്യാപകമായി മാസിനെ കുറിച്ച് പറയുന്ന ഒരു കേരളത്തിലാണ് ഞാനൊക്കെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി ഇങ്ങനെ ഈ ദൈക്ഷണിക ജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ചിട്ടുള്ളത്. യാതൊരു സംശയമില്ല. അപ്പം മാർക്സ് പറയുന്ന കാര്യം സാമ്പത്തികം മാത്രമല്ലല്ലോ. മാർക്സ് ആദ്യം മുതൽ പറയുന്നത് പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് കൂടിയല്ലേ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നതിന് മുമ്പ് തന്നെ മാർക്സ് എഴുതിയിട്ടുള്ള ജർമ്മൻ പ്രത്യയശാസ്ത്രമാണ്. ജർമ്മൻ പ്രത്യയശാസ്ത്രത്തിലായാലും തുടർന്നിട്ടുള്ള രചനകളിലായാലും ഒക്കെ മാർക്സ് പറയുന്നത് റൂളിംഗ് ഐഡിയാസിനെ കുറിച്ചാണ്. റൂളിംഗ് ഐഡിയാസ് എന്നുള്ളത് എന്താണ്? ഭരണവർഗത്തിൻ്റെ ആശയമാണ്. ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായി നിൽക്കുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ ആശയത്തെക്കുറിച്ചാണ് മാർക്സ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. മാർക്സ് സൂചിപ്പിച്ചാലും ഇല്ലെങ്കിലും എന്താണ്, അതാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആശയം എന്ന് നമുക്ക് ആർക്കറിയാത്തത്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ, വ്യാകരണ പുസ്തകം പഠിക്കുമ്പോൾ ഉത്തമ ഭാഷ ഇത് അധമ ഭാഷ ഇത് എന്ന് പഠിക്കുന്നില്ലേ ഇതിലൊക്കെ. അപ്പോൾ ഈ ഉത്തമം എന്ന് പറയുന്നത് എപ്പോൾ ബ്രാഹ്മണ്യവും ബ്രാഹ്മണർ ഉണ്ടാക്കിയ ഭാഷയും അത് പരിപോഷിപ്പിച്ച സംസ്കാരവും ആകുകയും മറ്റുള്ള അധമവുമാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ തന്നെയാണ് അധമരാക്കപ്പെടുന്നത് എന്ന ആത്മബോധം നമുക്ക് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മാസ്റ്ററൊക്കെ പഠിച്ച് പക്ഷെ നമ്മൾ ആരാണ് എന്ന്, നമ്മൾ എന്താണ് എന്ന് പഠിക്കാൻ നമ്മൾ അംബേദ്കറിലേക്ക് സഞ്ചരിച്ചില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മളെ തന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടി, നമ്മളെ തന്നെ നമ്മൾ ആത്മബോധമുള്ള മനുഷ്യരാക്കി മാറ്റാൻ വേണ്ടി, നമ്മൾ ഇന്ത്യയിലെ യഥാർത്ഥ പൗരന്മാരായി തല ഉയർത്തി നിൽക്കാൻ വേണ്ടി വാസ്തവത്തിൽ അംബേദ്കറിലേക്ക് തിരിയണമെന്ന എൻ്റെ തന്നെ ആത്മബോധമാണ് വാസ്തവത്തിൽ എന്നെ അംബേദ്കറിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നതല്ല, ഞാൻ മനസ്സിലാക്കിയതും ഞാൻ പഠിച്ചത് ഇന്ന് വരെയുള്ള എൻ്റെ പഠനങ്ങളിലൂടെ ആർജിച്ചതുമായിട്ടുള്ള എൻ്റെ ബോധ്യം വെച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ജ്ഞാനോദയം എന്ന് പറയുന്നത്, എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അംബേദ്കർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടാണ്. കാരണം എന്താ? ഇന്ത്യയിലെ റൂളിംഗ് ഐഡിയോളജിയെ, റൂളിംഗ് ഐഡിയാസിനെ നാരായണഗുരു എന്തിനാ ഇവിടെ ഈ ചെറിയ ഒരു കല്ലെടുത്ത് വേറൊരു കല്ലിൽ വെച്ചിട്ട് ഒരു വലിയ വിപ്ലവം നടത്തി? ഇല്ലേ, ചെറിയൊരു കാര്യമല്ലേ. അരുവിപ്പുറത്തെ പുഴയിൽ മുങ്ങി ഒരു കല്ലെടുത്ത് കരക്കയറി മറ്റൊരു കല്ലിൽ വെച്ചിട്ട് അതൊരു വലിയ വിപ്ലവമായി എന്ന് നമ്മളൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരു വിപ്ലവമായി എന്തുകൊണ്ടാ? ബ്രാഹ്മണത്തിനെ തലമണ്ടക്ക് ഇടിച്ചുകൊണ്ടല്ലേ. ബ്രാഹ്മണ്യം അന്നുവരെ നിലനിർത്തിയ ബ്രാഹ്മണരുടെ അവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇത് ഏത് മനുഷ്യനും ഏത് കീഴാളനും ചെയ്യാനുണ്ട് എന്ന് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ സ്ഥാപിക്കുന്നതിലൂടെയല്ലേ ഇവിടെ വാസ്തവത്തിൽ ഈ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആരംഭം. അങ്ങനെ ഇന്ത്യയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സവർണാധികാര വ്യവസ്ഥയെ, ബ്രാഹ്മണാധികാര വ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് ആദ്യമായി രചന നിർവഹിച്ചത്, ആദ്യമായി കൃതികൾ രചിച്ചിട്ടുള്ളത്, ആദ്യമായി തത്വചിന്താപരമായിട്ടുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഡോക്ടർ അംബേദ്കറാണ്. നമ്മൾ തത്വചിന്തയുടെ ചരിത്രം മുഴുവൻ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ 100ാം വാർഷികം പ്രമാണിച്ച് അവിടുത്തെ സെമിനാറിലെ മുഖ്യ പ്രഭാഷണം നടത്തിയപ്പോൾ ഈ വിഷയം തിരഞ്ഞെടുത്തു. എനിക്കറിയാം അവരൊന്നും ഇഷ്ടാവില്ല, പക്ഷെ ആ വിഷയം തന്നെ തിരഞ്ഞെടുക്കുകയും അവിടെ അവതരിപ്പിക്കുകയും അതിൻ്റെ ഡ്രാഫ്റ്റ് 10-20 പേജുള്ളത് ടൈപ്പ് ചെയ്ത് അവർക്ക് കൊടുക്കുകയും ചെയ്തു. അവിടുത്തെ വൈസ് ചാൻസലർ തന്നെ ശാഖയിലൊക്കെ പോയ ആളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം തെളിയിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അവിടെ അവതരിപ്പിക്കുന്നത് അപ്രിയകരായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം അവിടെ തന്നെ അവതരിപ്പിച്ചതെന്ന് വെച്ചാൽ ഡൽഹി പോലുള്ള ഒരു തലസ്ഥാന നഗരത്തിൽ അംബേദ്കർക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. അംബേദ്കറുടെ ജാതി നിർമ്മാണം അവതരിപ്പിക്കുന്നതിനുണ്ടായ തടസ്സവും അതുപോലുള്ള സംഭവങ്ങളൊക്കെ അതിലേക്കാണ് പോകുന്നില്ല. ഇവിടെ ഒരുപാട് ചർച്ചകൾ നടക്കേണ്ട ഒരു വേദിയായുണ്ട്. അതുകൊണ്ട് തീർച്ചയായും എങ്കിലും ഞാനത് അവിടെ അവതരിപ്പിച്ചു. മാത്രമല്ല അവതരിപ്പിക്കും എന്ന് അറിയാവുന്ന ഒരു വ്യക്തി അവിടെ നേതൃത്വപരമായി ഈ സെമിനാറിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതിൽ ആ പ്രവർത്തനം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇന്ത്യയിലെ ഇന്ത്യയുടെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുകയുണ്ടായി. ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഇന്ത്യയിലൂടെ
പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത, മിക്കവാറും ഈ ബ്രാഹ്മണാധികാര വ്യവസ്ഥയെ പിന്തുണക്കുന്ന തത്വചിന്തകളാണ് മഹാഭൂരിപക്ഷവും. അല്ലാതെ ഉണ്ടായിട്ടുള്ള പ്രാന്തങ്ങളിൽ ഉണ്ടായിട്ടുള്ള തത്വചിന്തകൾക്ക് എവിടെയും സിലബസുകളിലോ അക്കാദമികമായ ഇടങ്ങളിൽ കയറാൻ പറ്റിയിട്ടില്ല, ഒരു സ്ഥലത്തും അവരെ. അതുകൊണ്ടാണ് ഞാനൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ജോലി കിട്ടിയപ്പോൾ കയറി കൂടിയത്. നമ്മൾ കേരളത്തിലെ ഒരു മഹത് വ്യക്തി, ഒരു കവി, നമ്മൾ കവി എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി പ്രഭാഷണം നടത്തി എഴുതുകയൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ ആത്മകഥയിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കയറി കൂടലാണ് വാസ്തവത്തിൽ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ചിന്തകളും ഇത്തരത്തിൽ ചിന്തകൾ പറയുന്ന ആളുകളെയും പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്ന കേരളത്തിൽ, ഇപ്പോഴും നിലനിൽക്കുന്ന ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ അംബേദ്കറാണ് നമ്മുടെ ജ്ഞാനോദയത്തിൻ്റെ, നമ്മുടെ എൻലൈറ്റൻമെൻറ്റിൻ്റെ, നമ്മുടെ റിനൈസൻസിൻ്റെ ഉപജ്ഞാതാവ് എന്നുള്ളത്, പ്രാരംഭ ചിന്ത മുന്നോട്ട് വെച്ച വ്യക്തി എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ഹെജിമോണിക് വാല്യൂ സിസ്റ്റം എന്താണ്, നമ്മുടെ റൂളിംഗ് ഐഡിയോളജി എന്നുള്ളത്, മാർക്സ് പറഞ്ഞിട്ടുള്ള ഭരണവർഗ ആശയം എന്നുള്ളത്, അത് തീർച്ചയായും രാംജിയിൽ കൂടി കടന്നുപോയാൽ മാത്രമേ നമുക്കതിൽ വ്യക്തത ഉണ്ടാവുള്ളൂ. കാരണം മാർക്സിൻ്റെ കാലം ഉണ്ടാക്കിയ പരിമിതി തീർച്ചയായും മാർക്സിൻ്റെ ഒരു പരിമിതിയാണല്ലോ. അതിനെ ഗാന്ധിക്ക് മറികടക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു കാരണം മുസോളിനിയുടെ ഇറ്റലിയിലും ഈ ഹിറ്റ്ലറുടെ ജർമ്മനിയിലും ഭൂമിയുടെ പഴയ ഘടനയൊക്കെ മാറി ആധുനിക മുതലാളിത്തമൊക്കെ വന്ന് എന്ന് വിചാരിക്കുന്ന സ്ഥലത്താണ് പ്രാചീനമായിട്ടുള്ള പ്രാക്തനമായിട്ടുള്ള ചിന്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വംശീയവാദപരമായിട്ടുള്ള വലിയ വൈരുദ്ധ്യം വികസിക്കുന്നതും വലിയ രീതിയിൽ മനുഷ്യരെ ഉന്മൂലനം ചെയ്യുന്ന വംശഹത്യ നടക്കുന്ന അന്തരീക്ഷം ഉണ്ടാവുന്നു. അതിൽ നിന്നാണ് ഗാന്ധിജി മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ സാമ്പത്തിക അധികാര വ്യവസ്ഥ പോലെ തന്നെ ആശയാധികാര വ്യവസ്ഥയും ഓരോ രാജ്യത്തും ഓരോ ദേശത്തിലും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഹെജിമണിയെ, ഈ ഒരു ആശയാധികാര വ്യവസ്ഥയെ മറികടക്കാതെ ഉല്ലംഘിക്കാതെ തീർച്ചയായും നമുക്ക് നമ്മുടെ നവോത്ഥാനത്തെക്കുറിച്ച്, നമ്മുടെ റിനൈസൻസിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ നവോത്ഥാനമൊക്കെ നടത്തിയെന്ന് പറയുമ്പോൾ ഇപ്പോഴും എന്താണ്, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ആൾക്കൂട്ട കൊല നടക്കുന്നു. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ പൂജ നടത്താനോ മറ്റേ പരിപാടികൾ നടത്താനോ ഒക്കെ ആളുകൾ സമീപിക്കുന്ന ആരുടെ അടുത്താണ്. നിങ്ങളുടെ വീട്ടിലൊരു അപകടം ഉണ്ടായാൽ പോലും സമീപിക്കുന്ന കാര്യമാണ്. അത് വല്ല ശാസ്ത്രത്തെയും, ഒരുപാട് ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ വല്ല ശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള കണക്കെടുപ്പാണോ അവർ നടത്തുന്നത് എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ എന്നാലും എല്ലാ ഗ്രാമങ്ങളിലും, നേരത്തെ അമൽ സി രാജൻ അവിടെ ഗ്രാമവിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കേണ്ടത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. അപ്പോൾ അതോട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാ ഗ്രാമങ്ങളും ഇപ്പോഴും ഭരിക്കുന്നത് നമ്മൾ എവിടെ മതിൽ കെട്ടണം കെട്ടണ്ട എന്ന് തീരുമാനിക്കുന്നത്, ആരെ എവിടെ കയറ്റണ്ട എന്ന് വിചാരിക്കുന്നത്, എവിടെയൊക്കെ നമ്മൾ മ്ലേച്ഛനും കൽപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ പഴഞ്ചനായിട്ടുള്ള പ്രാചീനമായിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നം വെപ്പുകളാണെങ്കിൽ തീർച്ചയായും ഇതിൻ്റെയൊക്കെ നാരായ വേര് കിടക്കുന്നത് ബ്രാഹ്മണാധികാര വ്യവസ്ഥയിലാണ് എന്നും, അതുകൊണ്ട് ഈ ബ്രാഹ്മണാധികാര വ്യവസ്ഥയെ ഉല്ലംഘിക്കാതെ തീർച്ചയായും ഇന്ത്യക്ക് ഫാസിസത്തിൽ നിന്ന് വിമോചനം സാധ്യമല്ല, മുതലാളിത്തത്തിൽ നിന്ന് ഒരു വിമോചനം സാധ്യമല്ല. കാരണം നമ്മൾ ആദ്യം തൊഴിലാളി വർഗമായി തലയുയർത്തി നിന്ന് മുട്ടിയിരുട്ടി മുദ്രാവാക്യമായി അളിക്കാനുള്ള പ്രാപ്തി നേടണമെങ്കിൽ തീർച്ചയായും നമ്മൾ ജാതി അടിമത്തത്തിൽ നിന്നുള്ള വിമോചനം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിലിൻ്റെയും മണ്ഡലത്തിൽ പ്രത്യേകിച്ച് നേടേണ്ടതുണ്ട്. അങ്ങനെ നേടണമെങ്കിൽ അംബേദ്കറെ മാർക്സുമായി ചേർത്ത് ഇന്നത്തെ ഈ കോർപ്പറേറ്റ് ഫാസിസ്റ്റ് സഖ്യം ലോകത്ത് തന്നെ, ഇന്ത്യയിൽ മാത്രമല്ല, നമ്മൾ ആലോചിച്ച് നോക്കുക, അമേരിക്കയിൽ ഇപ്പം നടക്കുന്നത് മുതലാളിത്തം മാത്രമാണോ? അല്ലല്ലോ. അമേരിക്കയിലെ തീവ്ര വലതുപക്ഷം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വംശവിദ്വേഷമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആധുനിക മുതലാളിത്തം ഏറ്റവും അതിൻ്റെ പാരമ്പര്യത്തിലെത്തിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ വാസ്തവത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ തരത്തിലുള്ള വംശീയത പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയാതെ ശ്രീനിവാസൻ്റെ സിനിമകളിൽ കാണുന്ന പോലെ എപ്പോഴും നമ്മൾ പുറത്തുള്ള കാര്യം മാത്രം പറയുമ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെടില്ല. കാരണം ഇയാൾ പട്ടിണി കിടക്കാണ്, അല്ലെങ്കിൽ ഇയാൾ ദാരിദ്ര്യത്തിലാണ്, ഇയാൾക്ക് ജോലി കിട്ടുന്നില്ല, ഇയാൾക്ക് യൂണിവേഴ്സിറ്റിയിൽ PhD ഉണ്ടായിട്ടും എല്ലാ ഡിഗ്രി ഉണ്ടായിട്ടും ജോലി കൊടുക്കുന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ കൺമുമ്പിലുള്ളതാണല്ലോ ശ്യാംകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം, നമ്മുടെ കൺമുമ്പിലുള്ളതാണല്ലോ. ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ സംസ്കൃത ഭാഷയിൽ അദ്ദേഹത്തിന് പാണ്ഡിത്യമില്ല? എന്നാൽ പാണ്ഡിത്യം മാത്രമേ ഉള്ളൂ, അയാൾക്ക് ഡിഗ്രി ഒന്നും ഇല്ലല്ലോ എന്ന് പറയും പണ്ട് കാലത്താണ്. ഇപ്പോൾ അത് അറിയാൻ പറ്റുമോ? ഡിഗ്രിക്ക് ഡിഗ്രി ഉണ്ട്,
നെറ്റ് എല്ലാ തരത്തിലുള്ള അർഹതയും ഉണ്ടായിട്ട് മൂന്നോ നാലോ പേര് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംവരണം പാലിക്കില്ല എന്ന് അതിന് അർത്ഥമില്ല. പക്ഷെ അങ്ങനെ പാലിക്കുമ്പോൾ പോലും കഴിവുള്ള കീഴാളനെ, കഴിവുള്ള ദളിതനെ, കഴിവുള്ള പിന്നോക്കക്കാരനെ ഇത്തരം ഇടങ്ങളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർ ഇത്തരം പൊസിഷനുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവരേതോ തരത്തിൽ നിലനിൽക്കുന്ന അധികാര വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ് എന്ന് നിലനിൽക്കുന്ന അധികാര കേന്ദ്രങ്ങളെ കൈകാര്യം ചെയ്യുന്നവരും അവരെ പിന്തുണക്കുന്നവരും അവരുടെ പിൻപറ്റി നടക്കുന്നവരും വിശ്വസിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈനംദിന അനുഭവം. അതുകൊണ്ട് തീർച്ചയായും വിട്ടുവീഴ്ചയില്ലാത്ത ആശയ സംവാദവും ആശയരംഗത്തുള്ള സമരവും മാത്രമേ ഹെജിമണിയെ തകർക്കാൻ നമുക്ക് സഹായകരമാവുകയുള്ളൂ. അതുമാത്രമേ ഇന്ത്യൻ ജനാധിപത്യവും രക്ഷിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ബോധ്യവും എൻ്റെ വിശ്വാസവും എൻ്റെ പഠനവും എന്നോട് പറയുന്നത്. തീർച്ചയായും നിങ്ങളുടെ കൂട്ടിച്ചേർക്കലുകൾക്ക്, നിങ്ങളുടെ അനുബന്ധങ്ങൾക്ക്, നിങ്ങൾ ഓരോ ആളുകളും എല്ലാ ആളുകൾക്കും അവരുടേതായ രീതിയിലുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും ഉണ്ടാവും. ഒരു വ്യക്തിയുടെ അനുഭവം എന്നുള്ളത് പ്രധാനം തന്നെയാണ്. മുമ്പ് ഇതിന് സയന്റിഫിസിറ്റി ഇല്ല എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ പറയാൻ കഴിയുന്ന കാലമല്ല. ഇപ്പം ഗോപാൽ ഗുരുവും സുദർശനുക്കായും കൂടി എഴുതിയ ക്രാക്ക്ഡ് മിറർ എന്നുള്ള പുസ്തകം തന്നെ ഒരു ഉദാഹരണമാണ്. ഗാന്ധി അംബേദ്കർ എന്നുള്ളത് അതിൻ്റെ പരിമിതികളും വിമർശനമൊക്കെ വന്നിട്ടുണ്ട്, തീർച്ചയായും വരാവുന്നതാണ്. പക്ഷേ അംബേദ്കർക്ക് ഉണ്ടാവുന്ന അനുഭവമല്ല ഗാന്ധിക്ക് ഉണ്ടാവുന്നത്, തീർച്ചയാണല്ലോ. രണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഗാന്ധിജി വാസ്തവത്തിൽ അംബേദ്കറെ പ്രഷറൈസ് ചെയ്തല്ലേ, എത്രമാത്രം സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. അംബേദ്കറെ ഇത്രമാത്രം സമ്മർദ്ദത്തിലാക്കിയ ഒരു വ്യക്തി ഗാന്ധി മഹാൻ അല്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയുടെ സാമ്പത്തിക പദ്ധതിക്കോ അല്ലെങ്കിൽ ഗാന്ധിജി മുന്നോട്ട് വെക്കുന്ന മറ്റ് രാഷ്ട്രീയ പദ്ധതികൾക്കോ ഗ്രാമവിശുദ്ധിക്കോ ഒന്നും ഇനിയുള്ള കാലത്ത് ഒരു സാധ്യതയും ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഗാന്ധിജിക്ക് പ്രസക്തിയുണ്ട്. ഗാന്ധിജിയുടെ മത സാഹോദര്യം എന്നുള്ളത്, അതുപോലെ തന്നെ നിർമ്മമത്വം എന്നുള്ളത്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ ഗാന്ധിജിക്ക് പ്രസക്തിയൊക്കെ ഉണ്ട്. ഗാന്ധിജിയെ മത സാഹോദര്യത്തിന്റെ ഒറ്റ കാരണം കൊണ്ടാണല്ലോ സംഘപരിവാർ അദ്ദേഹത്തെ കൊല്ലുന്നത്. അതുകൊണ്ട് ഗാന്ധിജിക്ക് ഗാന്ധിജിയുടെ പ്രസക്തിയുണ്ട്. പക്ഷേ ഗാന്ധിജിയല്ല അംബേദ്കറുമായി കൂട്ടിച്ചേർക്കേണ്ടത്, മറിച്ച് കൂട്ടിച്ചേർക്കേണ്ടത് മാർക്സിനെയാണ്. കാരണം കോർപ്പറേറ്റ് ഭീകരത ലോകത്തെ ഭരിക്കുമോ, ഇന്ത്യയെ ഭരിക്കുമോ, കേരളത്തെ ഭരിക്കുമോ, മനുഷ്യരെ കൂടുതൽ ദാരിദ്ര്യരേഖ എന്നുള്ളത് ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടിൽ 102ാം സ്ഥാനവും മറ്റോ ആണല്ലോ ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ഇത്രയും സമൃദ്ധിയെക്കുറിച്ച്, ഇത്രയും വീതി വിസ്താരമുള്ള റോഡുകളെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ച്, വീടില്ലാത്ത മനുഷ്യരെക്കുറിച്ച്, തൊഴിലില്ലാത്ത മനുഷ്യരെക്കുറിച്ച്, അതുപോലെ തന്നെ ജാതീയമായി പീഡനം അനുഭവിക്കുന്ന മനുഷ്യരെക്കുറിച്ച്, സ്കോളർഷിപ്പ് കിട്ടിയാലും പോലും പഠിക്കാൻ കഴിയാത്ത മനുഷ്യരെക്കുറിച്ച്, ഇപ്പോഴും പ്ലാസ്റ്റിക് കവറിട്ട വീടുകൾക്കുള്ളിൽ താമസിക്കേണ്ടി വരുന്ന മനുഷ്യരെക്കുറിച്ച് മറുവശത്ത് കേൾക്കാതെ പോകുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പ്രബലമായിട്ടുള്ള വിദ്യാഭ്യാസ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുമൊക്കെ നമ്മളെ സത്യം ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സത്യം കാണണമെങ്കിൽ തീർച്ചയായും നമ്മൾ അംബേദ്കറിലേക്കും മാർക്സിലേക്കും വീണ്ടും നമ്മുടെ വായനയെ വികസിപ്പിക്കുകയും അവ രണ്ടും ഏത് രീതിയിലൊക്കെയാണ് ഇന്ത്യയിൽ, കേരളത്തിൽ നമുക്ക് അനുരഞ്ജിപ്പിക്കാൻ കഴിയുക എന്ന അന്വേഷണവുമാണ് വികസിപ്പിക്കേണ്ടത്. അതിന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പ്രാപ്തി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസ്മരിക്കുകയാണ്. നന്ദി.